ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖമാണോ? ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരട്ടെ. യേശു 5000 പേർക്ക് ഭക്ഷണം കൊടുത്തത് നിങ്ങൾക്കറിയാമോ? അറിയില്ലേ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. യേശു തൻ്റെ ജനത്തെ ഉപദേശിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ജനം അതറിഞ്ഞ് യേശുവിനെ പിന്തുടർന്നു. യേശു അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. പകൽ കഴിയാറായപ്പോൾ പന്തിരുവർ അടുക്കെ വന്ന് യേശുവിനോട്, ഇവിടെ നാം മരുഭൂമിയിൽ ആയിരിക്കുക കൊണ്ട് ജനങ്ങൾ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും പോയി രാത്രി പാർക്കാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ എന്ന് പറഞ്ഞതിന്, 5 അപ്പവും 2 മീനുമല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല. ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി ഭക്ഷണം വാങ്ങണമോ എന്ന് പറഞ്ഞു. ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. പിന്നെ യേശു തൻ്റെ ശിഷ്യന്മാരോട് അവരെ 50 വീതം പന്തി പന്തിയായി ഇരുത്തുവിൻ എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. യേശു ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി ജനത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച അപ്പക്കഷണങ്ങളും മീൻ നുറുക്കും 12 കുട്ട നിറച്ചെടുത്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അല്പം കൊണ്ടും അധികമായി പ്രവർത്തിക്കുവാൻ യേശു കർത്താവ് ശക്തനാണ്.